എറണാകുളം മൂവാറ്റുപുഴയിൽ ബാറ്ററി മോഷണം ആരോപിച്ച് യുവാവിനെ പോലീസ് തല്ലിച്ചതച്ചു എന്ന് പരാതി. നിരപരാധിയാണെന്നറിഞ്ഞ് പിന്നീട് വിട്ടയച്ചു. ക്രൂരമർദ്ദനമേറ്റ യുവാവ് മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും ചികിത്സ തേടി. ജനമൈത്രി പോലീസിനെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉയർന്നു വന്നത്. നീ കൊടുത്ത ബാറ്ററി എവിടുന്ന് മോഷിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ 10 വർഷമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. 2015 തൊട്ട് ഇപ്പം നിലവിൽ വരെ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇപ്പോൾ അത് നിലവിൽ കേട് വന്നുകൊണ്ട് ഞാൻ രാവിലെ കടയിൽ കൊണ്ടു കൊടുത്തു എന്ന് പറഞ്ഞു. വേറെ പിന്നെ ഒന്നും ചോദിക്കുന്നില്ല. നീ ആ കൊണ്ടു കൊടുത്ത സാധനം എവിടുന്ന് മോഷ്ടിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് മുറ്റത്ത് വെച്ചുകൊണ്ടും മാതാപിതാക്കൾ മുമ്പിൽ വെച്ചുകൊണ്ട് എന്നെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും കഴുത്തി പിടിച്ച് ഞെരിക്കുകയും മുന്നിൽ നിന്നും 4-5 പേര് കൂടി എന്നെ ബലമായി പിടിച്ച വാഹനത്തിലേക്ക് തള്ളിയിടുകയാണ്. മമ്മിയും കൂടെ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മീനെ ബലമായിട്ട് വാഹനത്തിൽ നിന്ന് തള്ളി താഴേക്ക് ഇട്ടു. ഫ്രണ്ടിൽ സീറ്റിലിരുന്ന് 3 പേരും കൂടി എൻ്റെ മുതുകിനിട്ടും കഴുത്തിൻ്റെ മുൻഭാഗത്തേക്കുമാണ് അതിക്രൂരമായി മർദ്ദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മ കുറച്ച് നേരത്തേക്ക് നഷ്ടപ്പെട്ടു. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലാൽ, ഇത് ഗുരുതര സ്വഭാവത്തിലുള്ള പരാതിയാണ്. ഒരു സാധുവായ മനുഷ്യനെ, നിരപരാധിയായ ഒരാളെ ഇങ്ങനെ മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ട് ക്രൂരമായി തല്ലിച്ചതയ്ക്കുക, അതിനുശേഷം അയാൾ ഒരു പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടും ആ പരാതിയിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ നിൽക്കുക. എന്താണ് മൂവാറ്റുപുഴയിൽ സംഭവിക്കുന്നത് ലാൽകൃഷ്ണൻ? മോഷണക്കുറ്റം ആരോപിച്ചാണ് 36 വയസ്സുള്ള ഈ അമൽ ആൻ്റണിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുത്തു എന്നല്ല പറയേണ്ടത്, മർദ്ദിച്ച് അവശനാക്കി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. ആ സംഭവത്തിൽ പോലീസ് സ്റ്റേഷനിലെത്തി സമയത്താണ് പരാതിക്കാരായിട്ടുള്ളവരെത്തുന്നതും ഈ ബില്ലുകളടക്കമുള്ളവ പരിശോധിക്കുന്ന സമയത്ത് ഇയാൾ തെറ്റുകാരനല്ല, ഇയാൾ മോഷ്ടാവല്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നത്. ആ മോഷ്ടാവല്ല എന്ന് ബോധ്യപ്പെട്ട് തിരിച്ച് പറഞ്ഞു വിടുന്ന വേളയിൽ പോലും ഇയാളെ മർദ്ദിച്ചതിനോ അവശനാക്കിയതിനോ എന്താണൊരു കാരണം എന്ന് പോലും പോലീസിന് പറയാൻ തയ്യാറായിരുന്നില്ല. അതായത് ഒരു മോഷണക്കുറ്റം ആരോപിച്ച് ഒരാളെ ഇത്തരത്തിൽ മർദ്ദിക്കേണ്ട കാര്യമുണ്ടോ ഒരു ചോദ്യം തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നട്ടെല്ലിന് കാര്യമായിട്ടുള്ള ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. തലയുടെ പിൻഭാഗത്തും സമാനമായ രീതിയിലുള്ള ക്ഷതമുണ്ട്. ഒരു വയറിംഗ് തൊഴിലാളിയായ അമലിന് തുടർന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എടുത്ത കോൺട്രാക്റ്റുകളുണ്ട്, അത് പൂർത്തിയാക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഭാരം എടുക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയാണ്. ഏകദേശം 2 ആഴ്ചയോളം തൊടുപുഴയിലും മൂവാറ്റുപുഴയിലുമായ പല ആശുപത്രികളിലും കയറി ഇറങ്ങി. തൊടുപുഴയിൽ ആയുർവേദ ഉഴിച്ചിലും പിഴിച്ചിലും കഴിയുന്ന സമയത്താണ് അറിയുന്നത് കാര്യമായിട്ടുള്ള ക്ഷതം പിന്നിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഡോക്ടർമാർ തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അമലിനെ റെഫർ ചെയ്ത് വിടുന്നത്. അവിടെ ചികിത്സയ്ക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് ഇത്രയധികം പ്രശ്നങ്ങൾ തൻ്റെ ശരീരത്തിൽ സംഭവിച്ചതിൻ്റെ ബാക്കി പത്രമാണ് എന്നുള്ളത്. അതായത് ഒരു 5 മിനിറ്റ് യാത്രയാണ് ഈ അമലിൻ്റെ വീട്ടിൽ നിന്ന് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ, മൂവാറ്റുപുഴ എന്ന് എഴുതി ബോർഡുള്ള ആ പോലീസ് സ്റ്റേഷൻ വരെ പോകുന്ന സ്ഥലത്തേക്ക് ഏകദേശം 5 മിനിറ്റ് യാത്രയുള്ളൂ. ആ 5 മിനിറ്റിനിടയിലാണ് 5 പോലീസുകാർ ചേർന്ന് ഒരാളെ മൃതപ്രായക്കാരനാക്കി അവശനാക്കി വിട്ടു എന്നുള്ള അവസ്ഥ വരുന്നത്. ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായി ചൂണ്ടിക്കാണിച്ച് പോലീസിലൊരു പരാതി കൊടുത്തിട്ട് ആ പരാതി കാര്യഗൗരവത്തോടെ പരിഗണിക്കാൻ മൂവാറ്റുപുഴയിലെ ഒരു പോലീസുകാരനും തയ്യാറായില്ല. അവിടെ ഉള്ളവരാരും എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഒടുവിൽ 24 വാർത്തയ്ക്ക് പിന്നാലെ റൂറൽ SP ഇടപെടുകയാണ് ഉണ്ടായത്. റൂറൽ SP ഹേമലതയുടെ നിർദ്ദേശപ്രകാരം മൂവാറ്റുപുഴ DYSPയുടെ അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇവരൊക്കെ ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകുന്നത്. ലാൽകൃഷ്ണൻ, ഇപ്പോൾ ഈ പരാതിക്കാരനായ അമൽ ആന്റണി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അമൽ ആന്റണി, വലിയ മർദ്ദനം താങ്കൾക്ക് നേരിടേണ്ടി വന്നു. താങ്കളുടെ പ്രതികരണം ഇപ്പോൾ ഞങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നു. എന്താണെന്ന് സംഭവിച്ചത്? പോലീസ് സ്വീകരിച്ച സമീപനം എന്താണ് ലാൽകൃഷ്ണൻ? പോലീസ് വളരെ പൈശാചികവും വളരെ മൃഗീയമായിട്ടാണ് അതിനോട് പെരുമാറിയത്. ഞാൻ നിലവിൽ ജോലിക്ക് പോകുന്ന ടൈമിലാണ് നമ്മൾ ഇത്ര വർഷങ്ങളായി ഉപയോഗിച്ചിരുന്ന സാധനം റീപ്ലേസ്മെന്റ് ചെയ്യാൻ വേണ്ടി കടയിൽ കൊണ്ടു കൊടുത്തത്. അതിനുശേഷം നമ്മൾ തുടർ ജോലിക്ക് പോയി തിരിച്ച് വന്നതിന് ശേഷം വർഷം കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പോലീസ് വളരെ മൃഗീയമായി നമ്മളെ വീടിന് വെളിയിലേക്ക് ഇറക്കിയതിനു ശേഷം നമ്മളെടുത്ത് നമ്മൾ പറയുന്നതൊന്നും കേൾക്കാതെ നമ്മളെ കസ്റ്റഡി എടുക്കുകയും തുടർന്ന് മർദ്ദനങ്ങൾക്കേണ്ടി വരികയും തുടർന്ന് ഞാൻ എൻ്റെ സത്യാവസ്ഥ കേസിൽ വന്നപ്പോൾ മാതാപിതാക്കൾ മുമ്പായി ഈ പോലീസ് എന്നോട് പറയുകയാണ് അവർക്ക് ഇത് ചെയ്ത് അബദ്ധം പറ്റിപ്പോയി, അതിന്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. നമ്മളെന്ന വ്യക്തിക്ക് ഈ മോഷണവുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് എന്നെ തിരിച്ച് പോലീസ് മർദ്ദനത്തിന് ശേഷം എന്നെ തിരിച്ച് വീട്ടിലേക്ക് അയക്കുകയാണ്. അമൽ, പരാതി കൊടുത്തതിന് ശേഷം പോലീസ് പറഞ്ഞത് എന്താണ്? പോലീസ് പറഞ്ഞത് അന്വേഷണത്തിന്റെ ഭാഗമായി എന്റെ മൊഴിയെടുക്കാൻ നിലവിൽ വരുമെന്നാണ് പറഞ്ഞു. നിലവിൽ ഇതുവരെ വന്നിട്ടില്ല, ഇന്നോ നാളെയും മൊഴി രേഖപ്പെടുത്തുന്നു പറഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്ത പോലീസ് അമലിന്റെ പരാതിയിൽ ഒരു കേസെടുത്തില്ല എന്നുള്ളത് അത്ര അത്ഭുതകരമായി തോന്നുന്നില്ല. ഇതിലിനി ഏതു തരത്തിൽ ഈ പരാതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്? ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം ശ്രദ്ധയിലേക്ക് ഈ വിഷയം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയുണ്ടോ അമൽ? പ്രതീക്ഷയുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ നിലവിൽ
അപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞത് കോടതി മുഖാന്തരം നീതി തേടിത്തരാമെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഈ നിരപരാധിയാണ് എന്ന് കണ്ടെത്തി വിട്ടയച്ചതിന് ശേഷമേ ഈ പരാതിയൊന്നുമായി മുന്നോട്ട് പോകരുത്, അല്ലെങ്കിൽ കേസ് മായൊന്നും മുന്നോട്ട് പോകരുതെന്ന് പോലീസുകാർ ആവശ്യപ്പെട്ടിരുന്നോ അമൽ? പോലീസുകാർ ഡയറക്റ്റ് ആവശ്യപ്പെട്ടില്ല. മറ്റു വ്യക്തികളുമായിട്ടാണ് നമ്മളോട് പറയുന്നത്. നിങ്ങൾക്ക് മർദ്ദനമേറ്റ് ചികിത്സ ചെയ്യൂ, അല്ലെങ്കിൽ പോലീസുകാരുടെ ജോലി സംബന്ധിക്കും എന്നാണ് നമ്മളടുത്ത് പറഞ്ഞത്. വേദന സഹിക്കാൻ പറ്റപ്പോൾ നമുക്ക് പരാതിയായിട്ട് മുന്നോട്ട് സമൂഹത്തിനെ ഉൾപ്പെടുത്താനിരിക്കാൻ പറ്റില്ല എന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അമൽ, എത്ര പോലീസുകാരാണെന്ന് അവിടെ വന്നത്? അന്ന് ആകെ 6 പേരായിരുന്നു വരുന്നത്. ഒരാൾ മഫ്തിയിലും ബാക്കിയുള്ളവർ യൂണിഫോമിലുമാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാണ്ട് നമ്മളെ ബലമായിട്ട് കുടുംബാംഗങ്ങളുടെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് മർദ്ദിക്കുകയും വാഹനത്തിൽ കയറ്റി തുടർന്ന് മർദ്ദനം തുടർന്നു. പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഹാജരാക്കിയ ശേഷം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നെ ഇങ്ങനെ ആശുപത്രിയിലാണ്, ചികിത്സയിലാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ അമൽ? പോലീസ് സ്റ്റേഷനിൽ നിന്നും എന്നെ ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി പോവാന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം എന്നോട് കോണ്ടാക്ട് ചെയ്തത്. അതിന് ശേഷം യാതൊരു റെസ്പോണ്ടും ഇല്ലായിരുന്നു. ഈ ചികിത്സയിൽ കഴിയുന്ന 1 മാസവും ആരും വിളിച്ചന്വേഷിക്കുകയോ ഒന്നും ചെയ്തില്ല? ഇല്ല. ഞാൻ അതിനെ തുടർന്നാണ് ഞാൻ ബഹുമാനപ്പെട്ട റൂറൽ എസ് പിക്ക് പരാതികൾ സമർപ്പിക്കുകയും തുടർന്ന് മറ്റ് അധികാരികൾക്ക് പരാതി സമർപ്പിക്കുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് ഇന്ന് പോലീസ് ഡിവൈഎസ്പി നമ്മൾ ബന്ധപ്പെട്ട കേസിന്റെ ഭാഗമായി എൻക്വയറി ഉണ്ടാവുമെന്ന് പറഞ്ഞത്. ശരി, എന്തായാലും അമൽ ആന്റണി പരാതിയുമായി മുന്നോട്ട് പോവുക. ഇപ്പോൾ റൂറൽ എസ് പിയുടെ ഭാഗത്ത് നടക്കം ഇടപെടൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെ കരുതുകയാണ്. ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു പരാതിയാണ്. നിരപരാധിയായ ഒരാളെ മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ക്രൂരമായി മർദ്ദിച്ച് ആശുപത്രിയിലാക്കിയത്. എന്നിട്ട് അതിനാ യുവാവ് ഒരു പരാതി നൽകിയിട്ട് ആ പരാതിയെ തിരിഞ്ഞു നോക്കാൻ പോലും ഒരു കേസെടുക്കാൻ പോലീസുകാർ തയ്യാറായിട്ടില്ല എന്നുള്ളതും വളരെ ഗൗരവത്തിൽ അന്വേഷണം വേണ്ട വിഷയമാണ്. അമൽ ആന്റണി, പരാതിക്കാരൻ, നമ്മളോട് സംസാരിക്കുകയായിരുന്നു.